സർ, കഴിഞ്ഞ ദിവസം തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി ഭാഗമായി നവീകരിച്ച ഒരു സ്റ്റേഷന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി IUML ദേശീയ സെക്രട്ടറി ഡോക്ടർ M. അബ്ദുൾ സമദ് സമദാനിയും തിരൂരങ്ങാടി MLAയും PMA സലാം പങ്കെടുത്തിരുന്നു. പക്ഷേ അവിടെ പരമ്പരാഗത ഒരു നിലവിളക്ക് കൊളുത്തുന്ന ഒരു സമ്പ്രദായം, സാധാരണ എല്ലാ ഒരു ഉദ്ഘാടനത്തിന് നിലവിളക്ക് കൊളുത്തുമല്ലോ, ആ കൊളുത്തുന്നതിന്റെ ഭാഗമായി പക്ഷെ ഇവർ രണ്ടുപേരും മാറി നിന്നു. എന്താണ് അതിന്റെ പിന്നിലുള്ള എന്താണ് അതിന്റെ പിന്നിലുള്ള അവര് ഇപ്പോഴും വിളക്ക് കൊളുത്തുക എന്ന് പറയുമ്പോൾ പിന്നിലുള്ളതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സംസ്കാരത്തെയും ഇന്ത്യയുടെ ദേശീയതയും ഒന്നും അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഇല്ല. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ എങ്ങനെ മുസ്ലിം ലീഗ് ഉണ്ടായെന്നുള്ളതിനെ പറ്റി നമുക്കത് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം ഇത് തന്നെയാണല്ലോ ഇന്ത്യക്കകത്ത് ബോംബെ സ്ഫോടനത്തിനകത്ത് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തൽ വന്നത്. അതായത് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഭീകരന്മാർക്ക് വേണ്ട ഒത്താശ കൊടുക്കുന്നതിന് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ മുൻ കേന്ദ്രമന്ത്രിയായിട്ടിരുന്ന അഹമ്മദ് ആയിരുന്നു പ്രധാനപ്പെട്ട ഒരാൾ കോൺഗ്രസിന്റെ കൂടെ നിന്നത്. അപ്പൊ തന്നെ അറിയാമല്ലോ അവരുടെ മനസ്സിലിരിക്കുന്നത് എന്താണ്. ഇന്ത്യ മഹാരാജ്യത്തെ MLA ആയിട്ടും മന്ത്രിയായിട്ടും മറ്റു പലതുമായിട്ടും ഇരിക്കുമ്പോൾ പോലും ഇവിടുത്തെ സംസ്കാരവും ഇവിടുത്തെ രീതികളും ഇവിടുത്തെ നിലവിളക്കും ഒന്നും അതായത് അംഗീകരിച്ചു പോകുന്ന ഒരു മാനസികാവസ്ഥ ഇല്ല. അതായത് നമ്മൾ പലപ്പോഴും പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒളിച്ചിരിക്കുന്ന ഇസ്ലാമിസ്റ്റുകളാണ് ഇവരെന്ന് പറയേണ്ടി വരും യഥാർത്ഥത്തിൽ പറഞ്ഞു. കാരണം ഇത് വിളക്ക് കൊളുത്തിയാൽ എന്ത് കുഴപ്പം? ഇയാള് MLA അല്ലേ, MP അല്ലേ, മുസ്ലിങ്ങളുടെ മാത്രം അല്ലെങ്കിൽ സമസ്ത കൊണ്ടുവന്നോ ജമാഅത്തു ഉലമ എന്ന് പറയുന്ന ഒന്നും കൊണ്ടുവന്ന സമസ്തയ്ക്ക് പറയാം വിളക്ക് കത്തിക്കേണ്ടെന്ന് പറയാം. മനസ്സിലായോ? അവന്റെ തിട്ടൂറുമായിരിക്കും, അല്ലെങ്കിൽ അവൻ ഈ നാളെ കാലത്തെ മതരാഷ്ട്രം ആഗ്രഹിക്കുന്ന ആളായിരിക്കും, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളായിരിക്കും, അതിന്റെ സംഘടനയിലെ ആളായിരിക്കും. പക്ഷെ അവരുടെ തിട്ടൂരം അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും കൂടാതെ പൊതുജനത്തെ മൊത്തം ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതൊരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാൻ പറ്റത്തില്ല, മതേതര പാർട്ടി എന്നും പറയാൻ പറ്റത്തില്ല. മതേതര പാർട്ടിയാണെന്ന് ഊറ്റം കൊള്ളുകയും അല്ലെങ്കിൽ ആ ഒരു മുഖംമൂടി എടുത്ത് അണിയുകയും ആ അങ്ങനെ അതാണ് ശരിയെന്ന് പലരെ കൊണ്ട് പറയിക്കുകയും ഒക്കെ ചെയ്യുന്ന ലീഗിന്റെ MLA മാരുടെയും MP മാരുടെയും അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് MLA മാർ രണ്ടുപേരുണ്ടായിരുന്നു, ഒന്ന് മൊയ്തീനും ഒന്ന് സമീറും. അതുകൂടാതെ ഇരുന്ന് MP അറിയാവോ? സമദാനി. അയാള് എന്നറിയത്തില്ലേ, അയാളുടെ ദേഹം മൊത്തവും ശരീരം മൊത്തവും രോമം മൊത്തവും മതേതരത്വമാണ്. നമ്മൾ കേട്ടിട്ടില്ലേ പുള്ളിയുടെ പ്രസംഗവും പുള്ളിയുടെ രീതികളും? ലോകം മൊത്തവും മതേതരത്വം വാഴ്ത്താൻ നടക്കുന്നവൻ, പ്രസംഗിക്കാൻ നടക്കുന്നവൻ, ഹിന്ദു പുരാണങ്ങൾ അരച്ചു കുടിച്ചിട്ടുള്ളവൻ, മറ്റു പലതുമായിട്ടുള്ള ഒരാളാണ് ഇയാൾ. ഇയാളുടെ പ്രസംഗങ്ങളും ഒക്കെ കേട്ടാൽ പക്ഷെ അയാളുടെ ഉള്ളിൽ ഇരിക്കുന്ന സാധനം ഇസ്ലാമിസ്റ്റുകളുടെ ഉള്ളിൽ ഇരിക്കുന്നതാണെന്നല്ലേ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇയാൾ ഈ പറയുന്നത് അയാളുടെ നിലനിൽപ്പിന് വേണ്ടിയും അയാൾക്കൊരു മറയുണ്ടാക്കുന്നതിനും വേണ്ടിയാണല്ലോ. ഞാൻ ഇന്നാളാണെന്ന് പൊതുജനം തിരിച്ചറിയാതെ നിന്നാലേ അയാൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നടപ്പാക്കാൻ പറ്റും. അങ്ങനെയാണല്ലോ ഭീകരന്മാർ നിൽക്കുന്നത്, അങ്ങനെയാണല്ലോ തീവ്രവാദികൾ നിൽക്കുന്നത്. അങ്ങനെ മറിഞ്ഞു നിന്നാലല്ലേ അവർക്ക് അവരുടെ അജണ്ടകൾ പാസ്സാക്കുക. അങ്ങനെ അജണ്ട പാസ്സാക്കിക്കൊണ്ട് ഇരിക്കുന്ന ആളാണ് ഇയാളെന്ന് വളരെ മുമ്പേ പലരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അഹമ്മദ് ഉൾപ്പെടെ. അല്ല അല്ലെങ്കിൽ AP അഹമ്മദ് അറിയത്തില്ല, ഒരു പ്രാവശ്യം പറഞ്ഞ ഇയാളാണ് മാധവിക്കുട്ടിയെ മതം മാറ്റിയത്. ഇയാളാ മാധവിക്കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. മാധവിക്കുട്ടി അത് പറഞ്ഞത് അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരടുത്ത് പറഞ്ഞു, അവരെ സ്നേഹിച്ച് അവരെ ബലാത്സംഗം ചെയ്തു. മനസ്സിലായില്ലേ? ബലാത്സംഗം ചെയ്തിട്ട് അവരെ കൊണ്ട് മതം മാറ്റി. അവരെ മതം മാറ്റുന്നതിന് ഇയാൾക്ക് കിട്ടിയ തുക നമ്മളാരും ഉദ്ദേശിക്കാത്ത തുകയായിരുന്നു എന്നുള്ളത് പറയുന്നത്. അയാളാണ് ഇന്ന് കേരളത്തിലെ MP. അപ്പൊ അതേ കപടത മുഖമുള്ളവനാണ്. നമ്മൾ ഈ ലൗകിജിതാകും അല്ലെങ്കിൽ ജിഹാദും മതപരിവർത്തനവും ഒക്കെ മറ്റു പല ഇടങ്ങളിലും ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ കസ്റ്റോഡിയൻ ആകുന്നത് ഇതുപോലുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണെന്നും ഈ പറയുന്നത് പോലെ മതേതരത്വം ഏറ്റവും വാരി വിളമ്പുന്നവനാണെന്നും ഉള്ളത് മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലെ അത് കൂടുതൽ വിശ്വസിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് ഈ ഏറ്റവും അവസാനത്തെ രീതിയും വന്നിരിക്കുന്നത്. ജൂൺ മാസത്തിൽ ഇതുപോലൊരു കാര്യം വന്നല്ലോ. നമ്മുടെ ഈ ഒരു MP ഉണ്ടായിരുന്ന ആദ്യത്തെ വനിതാ MP ഫാത്തിമ തഹരിയ, ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ഈ ഫാത്തിമ തഹരിയ കുറ്റപ്പെടുത്തിയതാ. അവരെ ഒരു റെസ്റ്റോറന്റ് ഉദ്ഘാടനത്തിൽ നിലവിളക്ക് കൊളുത്തി. സമസ്തയും ഈ ജമത്ത് ഉലുമയും ഒക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അവര് നമ്മൾ പറഞ്ഞു ഇവര് ജമാഅത്ത് ഇസ്ലാമിയുടെ ആളാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞു, ജമാഅത്ത് ഇസ്ലാമിയുടെ ആളാണെങ്കിൽ അവർ ഒരിക്കലും വിളക്ക് കൊളുത്തുന്നില്ല. പക്ഷെ അവര് വിളക്ക് കൊളുത്തി, അവരെ വെച്ചേക്കത്തില്ല, അവരെ കൊല്ലാൻ നിൽക്കുക. അവരെ കൊടുത്ത നിയമസഭാ മണ്ഡലം തന്നെ ജയിച്ചു വരുമോ എന്ന് ആശങ്കയുള്ള ഒരിടമായിരുന്നു. പക്ഷെ അവർ ജയിച്ചു വന്നു. ആദ്യത്തെ വനിതാ MLA മനസ്സിലായിരുന്നു, വനിതാ MLA ആണ്
ജയിക്കത്തില്ലെന്ന് കണ്ടിട്ട് അല്ലേ അവന്മാർ തോപ്പിച്ചേനെ. അവർക്ക് സ്ത്രീകളോടുള്ള ഒരു രീതി അങ്ങനെയാണല്ലോ, നേതൃത്വത്തിൽ വരുന്നതിന് താല്പര്യമില്ലല്ലോ. അതും ഈ പലയിടത്തും ചർച്ച ചെയ്യുമ്പോഴും പലരും അതിനെപ്പറ്റി ചോദിക്കുന്നത് മാറ്റം വരുത്താൻ വേണ്ടി ഈ പ്രാവശ്യം 2 സീറ്റ് കൊടുത്തത്. പക്ഷെ 2 സീറ്റിൽ തോപ്പി, ഇവർ ജയിച്ചു വന്നു. കാരണം അവിടെ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാവുകയും ഒരുപക്ഷെ ഇപ്പം ഉണ്ടായിട്ടുള്ള ഒരു ആനുകൂല്യം, അതായത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരെ നിന്നിരുന്ന ഒരു തരംഗം, ആ തരംഗത്തിൽ ഇവരും ജയിച്ചു പോയി. അപ്പൊ അവരന്ന് ഈ വിളക്കൊളുത്തുന്ന വിഷയത്തിനകത്ത് വന്നപ്പോൾ അവരെ ഇതുപോലെ എല്ലാവരുടെ കൈകാര്യം ചെയ്യാൻ നോക്കിയതാണ്. അവരിപ്പം വിളക്കൊളുത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല, സാധ്യതയില്ല. ഇത് നമ്മൾ പലപ്പോഴും മതേതരവാദികൾ എന്ന് പറയുമ്പോഴും കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന സൗമ്യനായിട്ടുള്ള ആളിനെയൊക്കെ പറയുമ്പോഴും ഇയാളത് തുടങ്ങി വെച്ചേ അറിയാം. 1993 യേശുദാസുമായിട്ടുള്ള ഒരു പരിപാടിയിൽ അന്ന് യേശുദാസ് ഈ നിലവിളക്ക് കൊടുത്തിട്ട് കൊടിവിളക്ക് ഇയാളെ കയ്യിലോട്ട് കൊടുത്തപ്പോൾ ഇയാളൊന്ന് കത്തിച്ചില്ല. അപ്പൊ അത് ആദ്യമേ തുടങ്ങിയത് 93 തുടങ്ങിയതാ, വളരെ പുറകോട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇന്ത്യ വിഭജനത്തിന്റെ പാർട്ടിയായിട്ടുള്ള അതിന്റെ ശേഷിപ്പ് ഇപ്പൊ കേരളത്തിൽ മാത്രമുള്ള ആ പാർട്ടിയുടെ അന്നത്തെ അജണ്ട ഇന്ത്യ വിഭജനമായിരുന്നെങ്കിൽ ആ പാർട്ടി ഇന്ത്യയിൽ വേണ്ടാന്ന് വടക്കേ ഇന്ത്യ ഉൾപ്പെടെ ഉള്ളിടത്ത് എല്ലായിടത്തും തീരുമാനിച്ചപ്പോൾ ഇന്ത്യക്കകത്ത് ഇപ്പോഴും ഇടമില്ലാത്തപ്പോൾ ഈ അവശേഷിക്കുന്ന കേരളത്തിൽ ഇത് കിടക്കുന്നതിന്റെ കാര്യം നമ്മൾ ബുദ്ധിയുള്ളവൻ ആലോചിച്ചാൽ ഇന്ത്യ വിരുദ്ധർ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ഇടമായിരിക്കും ഇവർക്ക് ഇടം കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാവും. അല്ലെ 93 എന്തിനാ ഇത്? അവരതിന്റെ ഭാഗമായിട്ട് വന്ന പാർട്ടി, ഞങ്ങൾ മതേതര പാർട്ടി, ഞങ്ങൾ അതിന്റെ മുൻപിൽ നിൽക്കുന്ന പാർട്ടി, അല്ലെങ്കിൽ ഞങ്ങൾ അത് സൂക്ഷിക്കുന്ന പാർട്ടി, മതേതരത്വം ഞങ്ങളിലൂടെ വളരുന്നതൊക്കെ പറയുമ്പോൾ ഈ വിളക്കോത്തിൽ ഇരിക്കുന്ന ഒരവസ്ഥയും ജയിക്കുന്നതിന് മുമ്പ് മതമാണെന്ന് പ്രശ്നമെന്ന് ഷാജി പറയുമ്പോൾ ഷാജി ആയിരിക്കും അയാൾ, ഞാൻ നോക്കിയപ്പോൾ അയാൾ ശുദ്ധനാ, അയാളങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അത് പരസ്യമായിട്ട് പറഞ്ഞല്ലോ. ഇതുപോലെ മറകെട്ടി പറയാൻ നിൽക്കുമല്ലോ, മദനിയുടെ കൂട്ടും കുഞ്ഞാലിക്കുട്ടിയുടെ കൂട്ടും. ഇതുപോലെ മമ്മൂട്ടി വിളക്ക് കൊളുത്തിയപ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട്. അബ്ദുൾ റഹൂബ് എന്ന് പറഞ്ഞ ഒരു ആളുണ്ടായിരുന്നില്ല, അതെനിക്ക് തോന്നുന്നു 2015 ഓർമ്മയുണ്ടോ? മമ്മൂട്ടി അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രി മമ്മൂട്ടി ഇതുകൊണ്ട് പരിപാടിക്കകത്ത് പങ്കെടുത്തു. അത് മമ്മൂട്ടി മോശമായിപ്പോയി. മമ്മൂട്ടി വിളക്ക് കത്തിച്ചിട്ട് ഇയാളെ കൊടുത്ത് ഇയാൾ കത്തിച്ചില്ല, മനസ്സിലല്ലേ? അത് വലിയ ഓർക്കുന്നുണ്ട്. അതൊരു വലിയ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ. കഴിഞ്ഞ ദിവസം VD സതീശൻ ഒരു കാര്യം മനഃപൂർവ്വമാണ് ചെയ്തത്. അല്ല, KSU പ്രസിഡന്റ് അവിടെ വന്നപ്പോൾ മുമ്പിൽ കൂടെ കാണാതെ തിരിഞ്ഞു പോയി. ഇത് മാധ്യമങ്ങളെ കാണിച്ചതാ VD സതീശൻ. കാരണം ഞാൻ ഈ വിഷയം KSU പ്രസിഡന്റ് അവിടെ നിന്നപ്പോൾ ബാക്കിയുള്ളവരോടെല്ലാം ചിരിച്ചിട്ട് KSU പ്രസിഡന്റിനോട് മുഖം തിരിച്ചു പോകും. അത് അടുത്തൂടാ പോയത്. മുഖം തിരിച്ചു പോയത് എന്താണെന്നുള്ള കാര്യം ചർച്ചയാവട്ടെ, അന്നേരം അതിന്റെ മറുപടിയും കൂടെ വരുമല്ലോ എന്ന് പറയുന്നത് പോലെയാണ്. ഇതുപോലെ യേശുദാസിന്റെ ഫംഗ്ഷനകത്ത് കുഞ്ഞാലിക്കുട്ടി അന്ന് ചെയ്തതും അതിനുശേഷം മമ്മൂട്ടിയുടെ ഫംഗ്ഷനകത്ത് അബ്ദുൾ റഹൂബ് ചെയ്തതും വെളിയിൽ വരത്തില്ലെന്ന് കണ്ടോണ്ടല്ല, വെളിയിൽ വരണം, ഞങ്ങളുടെ അജണ്ട ഇതാണ്, ഞങ്ങൾ ഇതിനെയൊന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു ചർച്ചയും അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശവും അത്തരത്തിലൊരു മെസ്സേജും ഉള്ളിടത്തെല്ലാം കൊടുക്കുന്നതിന് വേണ്ടി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെ, ഇന്നലെ സമദാനി വിളക്ക് കൊളുത്തിയില്ലെങ്കിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യത്തില്ലെന്ന് ഉള്ള തോന്നൽ സമദാനിക്കില്ല. ഞങ്ങൾ കൊളുത്തുന്നില്ല, ഞങ്ങള് ഈ വിളക്കിനെയും ഇവിടുത്തെ സംസ്കാരത്തെയും അംഗീകരിക്കുന്നില്ല. ഇസ്ലാമിസ്റ്റുകളുടെ രീതിയെ പിന്തുടരുന്നവരാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ SDPIക്കാരൻ്റെയും ജമാഅത്തിന്റെയും ഒക്കെ തിട്ടൂരം അനുസരിച്ച് നിൽക്കുന്ന ഒരു സർക്കാരാണ്. വളരെ പുറകോട്ട് പരിശോധിക്കുമ്പോൾ 100 കൊല്ലത്തിനപ്പുറമുള്ള ഹിന്ദി കത്തിക്കും അതിനുശേഷമുള്ള മാറാട് കലാപത്തിനും ഇന്ത്യ വിഭജനത്തിനും ഒക്കെ വളരെ കൃത്യമായിട്ട് പങ്കുള്ളവരാണെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ മാതിരിയുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ വിശ്വസിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതായാലും വീണ്ടും നിലവിളക്കിനെ അവഹേളിച്ചും സംസ്കാരത്തെ അവഹേളിച്ചും മതേതരത്തെ പുച്ഛിച്ചു തള്ളിയും ഉള്ള ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നത് അവരാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്.